പോലീസ് ആ പ്രശ്നത്തിൽ ഒരു മാസത്തെ ഒരു അവധി വെക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു മാസത്തെ കാലയളവിനുള്ളിലാണ് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വന്നത്. ആ ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല എന്നുള്ള വലിയ ഒരു വികാരം അവനെ സംബന്ധിച്ച് അവൻ പ്രകടിപ്പിച്ച എൻ്റെ അടുത്ത്. അതേ തുടർന്ന് ഇവളുടെ വസ്ത്രങ്ങളെല്ലാം അവനെടുത്ത് കത്തിച്ചു. കുഞ്ഞിൻ്റെയും കത്തിച്ചു? ഇല്ല, ഇവളുടെ മാത്രം കത്തിച്ചു. അത് കത്തിച്ചിട്ട് അതിൻ്റെ പോസ്റ്റ് ഇട്ടു, ഇവക്കിട്ടു. അത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇവർക്കൊരു ഭയം ഉള്ളിൽ തോന്നി. കാരണം മറ്റ് ആധാർ കാർഡും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ട്, അതുകൂടി കത്തിക്കുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ടാവാം ഇവർ എൻ്റെ അടുത്ത് വന്ന് ആ കുട്ടീൻ്റെ തുണിയൊക്കെ ഒന്ന് കിട്ടാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു. അന്നേരമാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയെന്നും പള്ളി കമ്മിറ്റി പോയെന്നും മറ്റു പല സ്ഥലത്തും പോയെന്നും ഒക്കെ ഉള്ള വിവരം എന്നോട് പറയുന്നു. നിങ്ങൾ ഈ യാസറായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞതിന് തുടർന്ന് ഞാൻ ഈ യാസറിൻ്റെ ഉമ്മേനെ വിളിച്ചു. ഈ വീട്ടിൽ ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പോൾ അവരെ സാബ്രേനെ വിളിച്ചിട്ട് പിള്ളേരെ പ്രശ്നമൊന്ന് പരിഹരിച്ച് കൂടി നല്ല നിലയ്ക്ക് പോകാൻ കഴിയുമെന്ന് നോക്കണം. അപ്പോൾ അതിന് ആ തുണി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് അവനോട് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവനൊരു 8 മണിയായപ്പോഴേക്കും വന്നപ്പോൾ അവനൊരു സമർത്ഥനായ ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചെന്തിനാന്ന് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു.